ഒരാഴ്ച മുന്നെയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകളെ ചൊല്ലി ബി.ജെ.പിയും കോൺഗ്രസും തമ്മിലുള്ള രാഷ്ട്രീയ പോര് മുറുകിയത്. ജനപ്രിയ സിനിമകളുടെ പേരുകൾ മാറ്റിയുള്ള പോസ്റ്ററുകളും പരിഹാസ ചുവകലർന്ന വരികളും ഉപയോഗിച്ച് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇത്തവണ ബി.ജെ.പി രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി ഇപ്പോൾ എവിടെയാണെന്നും അദ്ദേഹത്തിന്റെ വിദേശ യാത്രകൾക്ക് ആരാണ് ഇത്രയും പണം നൽകുന്നതെന്നും ബി.ജെ.പി ചില ചോദ്യങ്ങളും ഉയർത്തി. എന്നാൽ രാഹുൽ ഗാന്ധി ആഗോള തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ നേതാവാണെന്നും നിരവധി വിദേശ രാജ്യങ്ങളും സ്ഥാപനങ്ങളും ഒക്കെ അദ്ദേഹത്തെ ക്ഷണിക്കാറുണ്ടെന്നും കോൺഗ്രസ് മറുപടി നൽകി. ചോർദേ ഇന്ത്യ, അതായത് ഇന്ത്യ വിടു, ലാപത രാഹുൽ അല്ലെങ്കിൽ കാണാതായ രാഹുൽ തുടങ്ങിയ പ്രശസ്തമായ സിനിമാ പേരുകൾ അടിസ്ഥാനമാക്കിയുള്ള പോസ്റ്ററുകളാണ് ബി.ജെ.പിയുടെ വിവിധ സംസ്ഥാന ഘടകങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. രാഹുൽ തായ്ലാന്റിൽ തന്റെ അവധിക്കാലം ആഘോഷിക്കുകയാണോ അതോ ഇന്ത്യക്കെതിരെ പുതിയ പ്രചാരണം നടത്താനുള്ള ഏതെങ്കിലും രഹസ്യ യാത്രയിലാണോ എന്ന് ഗോവ ബി.ജെ.പിയും ചോദിച്ചു. ലീഡർ ഓഫ് ഓപ്പോസിഷൻ എന്നതിന് പകരം രാഹുലിനെ ലീഡർ ഓഫ് പര്യടൻ, അതായത് വിനോദസഞ്ചാര നേതാവ് എന്ന് വിളിക്കണമെന്ന് ബി.ജെ.പി വക്താവ് ഷെഹ്സാദ് പൂനവാല പരിഹസിച്ചു. പ്രധാനമന്ത്രി രാജ്യത്തിനായി കഠിനാധ്വാനം ചെയ്യുമ്പോൾ രാഹുൽ വിനോദസഞ്ചാരത്തിലും പാർട്ടികളിലും മുഴുകുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാഹുലിന്റെ യാത്രാ ചെലവുകളെ ചോദ്യം ചെയ്ത് ബി.ജെ.പി വക്താവ് ആർ.പി. സിംഗും രംഗത്ത് വന്നിരുന്നു. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇത് രാഹുലിന്റെ 55ാമത്തെ വിദേശയാത്രയാണ്. ഈ യാത്രകൾക്കായി 60 കോടിയിലധികം രൂപ അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ടെന്നാണ് പൊതുരേഖകൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ വരുമാന രേഖകളിലോ ആദായ നികുതിയിലോ ഇതിന് തുല്യമായ തുക കാണാനില്ല. ഈ പണം അപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്? ആരാണ് ഈ ചെലവുകൾ വഹിക്കുന്നത് എന്നും ആർ.പി. സിംഗ് ചോദിക്കും. എന്നാൽ ബി.ജെ.പിയുടെ ആരോപണങ്ങളെ ശക്തമായി അപലപിച്ച കോൺഗ്രസ് പറയുന്നത് ലോകമെമ്പാടുമുള്ള നിരവധി ആളുകൾക്ക് രാഹുലിനെ കാണാൻ വളരെ താല്പര്യമുണ്ടെന്നാണ്. രാഹുലിന് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇതിനായി മാറ്റിവെക്കാൻ സാധിക്കൂ എന്നതുകൊണ്ടാണ് വിദേശയാത്രകൾ ചെറുതും ഇടയ്ക്കിടെ ഉള്ളതുമായി മാറുന്നതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് പറഞ്ഞു. രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യത്തിന്റെ മാത്രം നേതാവല്ല, ലോകരാജ്യങ്ങളിൽ നിന്നും തുടർച്ചയായി ക്ഷണം ഉള്ളതുകൊണ്ടാണ് 2 മുതൽ 5 ദിവസം വരെയുള്ള ചെറിയ ചെറിയ യാത്രകൾ അദ്ദേഹം നടത്തുന്നത്. ലോകത്തിലുള്ള എല്ലാവരും ബി.ജെ.പിയുടെ കാഴ്ചപ്പാടുള്ളവരല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആളുകൾ ഇന്ത്യയെ വ്യത്യസ്ത കോണുകളിലൂടെയാണ് നോക്കിക്കാണുന്നത്. അതിൽ രാഹുൽ ഗാന്ധിയുമുണ്ട് എന്നും ഖുർഷിദ് പറയുന്നു. ജനങ്ങളോട് വിദേശയാത്രകൾ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിദേശ സന്ദർശനം നടത്തിയ കാര്യം കോൺഗ്രസ് എം.പി മനോജ് കുമാറും ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയതിൽ എന്താണ് തെറ്റെന്നും അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു നേതാവാണ് രാഹുലെന്നും അദ്ദേഹം പറയുന്നു. ഡൽഹിയിലെ വിവിധ ഇടങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഉൾപ്പെടുത്തിയ മിസ്സിംഗ് പോസ്റ്ററുകളാണ് കൂടുതലും കണ്ടത്. അതേസമയം പോസ്റ്ററുകൾ സ്ഥാപിച്ചതിന് പിന്നിൽ ആരാണെന്ന് ഔദ്യോഗികമായി ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുമില്ല.